ഹലോ ഗൈസ്, സൗണ്ട് ഓഫ് ചിസിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് നിങ്ങൾക്ക് വ്യക്തമാവുമെന്നറിയില്ല, പക്ഷേ എങ്കിലും അതിൽ രഹസ്യമുണ്ട്. തൊട്ട് കഴിഞ്ഞാൽ ഒച്ച ഉണ്ടാക്കുന്നുണ്ടല്ലേ. അതേപോലെ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയ്ക്കോ അങ്ങനെ ഒന്നുമല്ല. എന്നാലും ഞാൻ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്നൊരു പലക എടുത്തത്. ഗൈസ്, പലക എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഇരിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന പലകയാണ്. അപ്പോൾ ഇതാണ് ആ പലക. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇത് എടുത്തപ്പോൾ ഇതിനകത്ത് ഭയങ്കര രസകരമായിട്ടുള്ള സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് കാണാം. അതിൻ്റെ മുന്നേ നമ്മളൊരു പഴയൊരു വർക്കുണ്ട്, അതുകൂടി നിങ്ങളെ കാണിക്കാം. അത് BFAയുടെ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന വർക്കാണ് ഗൈസ്. ഇത് BFAക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പം ചെയ്തിട്ടുണ്ടായിരുന്ന വർക്കാണ്. ഇത് വുഡിലാണ്. ഇതിൻ്റെ കൂടെ ഒരു കോപ്പർ വയർ കൂടി ഉണ്ടായിരുന്നു. അതായത് പോത്തിൻ്റെ കാല് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഒരു ഫുൾ പോത്തിൻ്റെ കാല് എങ്ങനെയാണോ ഉള്ളത് അതുപോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്ന വർക്ക്. ഇതിനകത്ത് ഇപ്പോൾ ചെതലൊക്കെ പിടിച്ചിട്ടുണ്ട്. സംഭവം ഇതൊരു ഡംപ് ചെയ്ത അവസ്ഥയിലായിരുന്നു ഇരുന്നത്. ഇവിടെ താഴെ കിടന്ന് ഇതിനകത്ത് നല്ല രീതിയിൽ ചെതൽ കയറി. പക്ഷേ നല്ല തടി ആയതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ചെറിയ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ പാച്ച് ആയതുള്ളൂ. ബാക്കി അങ്ങനെ ഒന്നും പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. എന്തായാലും കലാകാരന്മാരുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. കാര്യം വർക്കുകളൊന്നും ചിലപ്പോൾ സംരക്ഷിക്കാൻ പറ്റില്ല. ചില സാധനങ്ങൾ നമുക്കിങ്ങനെ അറിയാതെ ഡംപ് ചെയ്യേണ്ടി വരും. അതൊന്നും ഒരിക്കലും ഒരു കലാകാരൻ്റെയും മനഃപൂർവ്വമുള്ളൊരു പ്രവർത്തനമല്ല. അത് അങ്ങനെ ആയി പോകുന്നതാണ്. കുറേ സാധനങ്ങൾ ചിലപ്പം സംരക്ഷിച്ച് നിൽക്കാൻ പറ്റില്ല. ചിലതൊക്കെ ഇതേപോലെ ഡംപ് ചെയ്തു അങ്ങനെയൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ വന്ന അതേപോലെ തന്നെ വേറൊരു സ്റ്റോണിൻ്റെ വർക്ക് കൂടി ഉണ്ട്, അതുകൂടി നിങ്ങളൊന്ന് കാണിക്കാം. ഇതൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെ ഇട്ടാൽ സ്റ്റോണിൻ്റെ പിന്നെ ഒന്നും ആവില്ല, ഒന്നും ആയിപ്പോവില്ല. അത് രണ്ടിതിൻ്റെ കൂടെ വേറെ ബ്രോൺസിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഒത്തിരി സംഭവങ്ങൾ ഇവിടെ ഉണ്ട്, വർക്കുകൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഒരു ദിവസം കാണാം. അപ്പോൾ എന്തായാലും നമ്മുടെ കാര്യം എന്താണെന്നുള്ളത് നോക്കാം. ഗൈസ്, ഇതാണ് സംഭവം. നമ്മൾ പഴയ കാലത്തൊക്കെ ഇരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പലകയാണ്. ഞാനൊക്കെ കൊച്ചിലെ ഇരുന്നിട്ടുണ്ടായിരുന്ന പലയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ആദ്യമൊക്കെ വീടുകളിൽ ഇത്തരത്തിലുള്ള പലകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു രഹസ്യം ഇരിപ്പുണ്ട്. ഇത് കാണാൻ പറ്റുന്നത് ഇതേപോലെ ഇവിടെ രണ്ട് സംഭവം. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഇതിനകത്ത് രസം. ഇതാണ് ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് എന്തോ ജീവിയുണ്ട്, അതായത് എന്തോ ഒരു കുഞ്ഞുണ്ട്. ഇതിന് പക്ഷേ അത്ര ഇല്ല കേട്ടോ സൗണ്ട്. ഉണ്ട് മൂവ് ആവുന്നൊക്കെ കണ്ടോ. ഇത് പതുക്കെ അനങ്ങുന്നുണ്ട്. ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി ഈ കാര്യം. ഒരു എന്തിനോ ജീവിയാണ്. എന്തായാലും അതിനെ അധികം ഉപദ്രവിക്കുന്നില്ല. നമുക്ക് അതേപോലെ തന്നെ സേഫായിട്ട് എടുത്തു വെക്കാം. അതേപോലെ നല്ല രസകരമായിട്ടുള്ളൊരു മഷ്റൂം ഇവിടെ ഉണ്ട്. ഇത് പുതിയ കാലത്തെ ജനറേഷനൊന്നും ചിലപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാധനം കണ്ടു കാണില്ല. അത് പണ്ട് കാലത്ത് ഉപയോഗിച്ചു. ഇപ്പോൾ പിന്നെ സ്റ്റൂള്, കസേര ഇങ്ങനത്തെ സാധനങ്ങളിലോട്ടൊക്കെ കൺവേർട്ട് ആയിട്ടുണ്ട്. പണ്ട് ഈ പലയൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആൾക്കാർ ഇരുന്നതുമൊക്കെ. ഗൈസ്, അപ്പോൾ ഇത്രയാണ് നമ്മളെ വീഡിയോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സാധനം എടുത്ത സ്ഥലത്ത് തന്നെ അതേപോലെ സേഫ് ആയിട്ട് വയ്ക്കുക. കാരണം നമ്മൾ അതിനെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമില്ല. അതൊരു ജീവി, കുഞ്ഞിനെ അതിനകത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതേപോലെ തിരിച്ച് ആ സ്ഥലത്ത് അതേപോലെ തന്നെ വയ്ക്കാം. അപ്പോൾ അതെന്തായാലും വിരിഞ്ഞിറങ്ങി പോട്ടെ. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. അഥവാ കാണാൻ പറ്റുകയാണെങ്കിൽ എന്താണെന്നുള്ളത് നോക്കാം. എന്തായാലും അതിന് നമുക്ക് എടുത്ത ആ ഒരു ഭാഗത്ത് തന്നെ കൃത്യമായിട്ട് കൊണ്ട് വെച്ചേക്കാം. ഗൈസ്, ഇതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ആ സ്ഥലത്ത് തന്നെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് റബ്ബർ സൊല്യൂഷനാണ്. നമുക്ക് മോൾഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ഒരു ദിവസം റബ്ബർ സൊല്യൂഷൻ്റെ മോൾഡ് ചെയ്യുന്നൊരു വീഡിയോ നമുക്ക് ചെയ്യാം. നമ്മൾ പ്ലാസ്റ്റർ മോൾഡിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ആ വീഡിയോ കാണുക, എങ്ങനെയാണ് പ്ലാസ്റ്ററിൽ മോൾഡ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ കാണുക. അപ്പോൾ അതുപോലെ നമ്മളിത് സേഫായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഇവിടെ കിടന്ന് വിരിയട്ടെ. കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് നല്ല സുന്ദരമായിട്ട് പുറത്തോട്ട് ഇറങ്ങട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഗൈസ്, നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.